ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിവാഹിതർക്കും അവിവാഹിതർക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് അറിവാണ് ഇതിലൂടെ നാം സമ്പാദിക്കേണ്ടത്. ഞാനിതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ, വേലിയില്ലാത്തവർക്കും വേലി പൊളിക്കുന്നവർക്കും ദുരിതം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അവിവാഹിതര് വിവാഹം കഴിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കുന്നവർ, അവരെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവർ വേലിയില്ലാത്തവരാണ്. നമുക്കറിയാമല്ലോ, വേലിയില്ലാത്ത വസ്തു അത് സുരക്ഷിതമല്ല എന്നുള്ളത് നാം കാണാറുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, വിവാഹബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു വേലിയാണ്. ആ വേലി പൊളിച്ചു പെരുമാറുന്ന വ്യക്തികളെ കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. ഇരു കൂട്ടരും അപകടത്തിലാണ് എന്നുള്ള കാര്യം കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഫാമിലി, ഭാര്യയും ഭർത്താവും ഒരുപോലെ സൂചിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്, ഒരാളെങ്കിലും കല്യാണം കഴിച്ച് കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. അതാണ് മാതാപിതാക്കൾ പറഞ്ഞത്. 3 പേരും ഏതാണ്ട് ഒരുപോലെ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ്, നോ മാരേജ്, എനിക്ക് കെട്ടണ്ട. അതുകൊണ്ടാണ് അത് കേട്ടിട്ട് മാതാപിതാക്കളുടെ ഒരു ധർമ്മസങ്കടം, അവരുടെ ഒരു മൗന നൊമ്പരം, അതാണ് അവർ പങ്കുവെച്ചത്. ഇതിൽ ഒരാളെങ്കിലും ഒന്ന് കെട്ടിക്കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടായേനെ എന്ന്. ഇന്ന് ചിലയിടത്തൊക്കെ വലിയ ഡിമാൻഡൊക്കെ വെച്ച് ഇനി അതിൻ്റെ പേരിൽ വിവാഹം നടക്കാതെ പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലയിടത്ത് വേണമെങ്കിൽ ജ്ഞാനായക്കാരാണെങ്കിൽ ജ്ഞാനായത്തെയും തന്നെ കെട്ടണം. ഇനി അങ്ങനെ ഒരു നിർബന്ധം ഉള്ളത് കൊണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. സീറോ മലബാറുകാർക്ക് സീറോ മലബാറിൽ നിന്ന് തന്നെ കെട്ടണം, വേണമെങ്കിൽ ലാറ്റിൻകാർക്ക് അതിൽ നിന്ന് തന്നെ കെട്ടണം, ഇന്ത്യക്കാർക്ക് ഇന്ത്യയും തന്നെ ഒരു ജീവിത പങ്കാളിയെ കിട്ടണം. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പല ഡിമാൻഡ്സ് വെക്കാൻ പറ്റും. ഒരാൾ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ആഗ്രഹം എൻ്റെ മകൻ ഏതെങ്കിലും ഒരു സ്ത്രീയെ കെട്ടി കാണണം എന്നുള്ളതാണ്. ഇതൊക്കെ കാര്യങ്ങൾ പോയി എവിടം വരെ ആയെന്ന് പ്രിയപ്പെട്ട ഈ രീതിയിലൊക്കെ ഒരുപാട് വേദനയിലും സങ്കടത്തിലുമൊക്കെ കഴിയുന്ന വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. മാത്രമല്ല, സുരക്ഷിതം അല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന, അവര് അരക്ഷിതത്വത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് തന്നെ, വേലിയില്ലാത്തവർ ആരാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 36-ാം അധ്യായം 30-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വേലിയില്ലാത്ത വസ്തു പോലെയാണ് ഭാര്യയില്ലാത്തവൻ. വേലിയില്ലാത്ത വസ്തു, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുഴിച്ചു വെക്കുമ്പോൾ വേണേ അതിന് ചുറ്റും ഒരു വേലി കെട്ടാറുണ്ട്. എന്താ അത് വേണേ ആടും പശുവൊക്കെ വന്ന് കടിച്ച് നിന്ന് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി സംരക്ഷിക്കുന്നത്. ഇനി ആ വേലി ഇല്ല എങ്കിൽ ഏതെങ്കിലും മൃഗത്തിന് വന്ന് അത് തിന്നോണ്ട് പോകാൻ എന്തെളുപ്പം എന്ന് പറഞ്ഞ പോലെ, ഭാര്യയില്ലാത്തവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, വേലിയില്ലാത്ത വസ്തു പോലെയാണ്. വിവാഹത്തിന്റെ ആവശ്യകത, വിവാഹ ജീവിതം, കെട്ടാൻ പ്രായമായി കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ കാണുന്നുണ്ടല്ലോ, സങ്കീർത്തനം 127 പറഞ്ഞിരിക്കുന്നത്, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. എല്ലാത്തിനും ഒരു സമയമൊക്കെ ഉണ്ട്. ഇനി വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ, ന്യായമായ കാരണങ്ങളുള്ളവരുണ്ടാകാം. പക്ഷെ ഇന്ന് ബാലിശമായ ചില ചിന്തകൾ മൂലം വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ളവര് ഈ വിവാഹ ജീവിതത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി 2:18 നാം വായിക്കുന്ന എന്താണ്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് അവന് തക്ക ഒരു ഇണയെ ദൈവം തന്നെ ഒരുക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു കാര്യം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇനി വിവാഹ ജീവിതത്തിനുള്ള സാധ്യതകൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒരാണിന് ഒരു പെണ്ണിനെ കെട്ടാനുള്ള ആ സാധ്യതകളെല്ലാം കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 26:1 മുതൽ വായിച്ചാൽ, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. ഇനി വിവാഹം കഴിക്കാതിരിക്കുന്നവരുടെ ഒരു അവസ്ഥ, ഈ ഒരു ഭാഗ്യം അവർക്കുണ്ടാകുമോ? ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. സഭാപ്രസംഗൻ 4-ാം അധ്യായം 9 മുതൽ 12 വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിവാഹിതർക്ക് കിട്ടുന്ന ചില പ്രിവിലേജസ്, അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ, അതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്, 2 പേർ ഒന്നിച്ചു നിന്നാൽ അത്ര എളുപ്പമാകില്ല. ഇനി ഒറ്റയ്ക്ക് കിടക്കുന്നയാൾക്ക് ചൂട് കിട്ടണമെന്നില്ല, 2 പേർ ചേർന്ന് കിടന്നാൽ ചൂട് കിട്ടും. എന്നിട്ട് 12-ാമത്തെ വചനം പറയാണ്, മുപ്പിരിച്ചരട് അത്ര വേഗത്തിൽ പൊട്ടത്തില്ല. ഭാര്യയും കർത്താവും ചേരുന്നതാണ് മുപ്പിരിച്ചരട്. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂടെ കർത്താവ് ഉണ്ടാവും. അവരെ കർത്താവ് മുപ്പിരിച്ചരടാക്കി മാറ്റും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 കൊരിന്തോസ് 7-ാം അധ്യായം 9-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ നല്ലത്
വിവാഹ ജീവിതം നയിക്കുന്നതാണ്. ചിലര് അവിവാഹിതരാണേലും അവരുടെ വികാരങ്ങളെ അവർക്ക് നിയന്ത്രിക്കാനോ ശമിപ്പിക്കാനോ പറ്റാതെ വികാരം കൊണ്ട് ദഹിക്കുന്ന വ്യക്തികൾ. അതിനേക്കാൾ നല്ലത് വിവാഹിതരായിട്ട് ജീവിക്കുന്നതാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല 1 കൊരിന്തോസ് 7-ാം അധ്യായം 14-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു അവിശ്വാസിയെ വിശ്വാസിക്ക് വിശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. അപ്പം ദമ്പതിമാര് പരസ്പരം അവരെ സഹായിച്ച് പരിപൂർണരാക്കാനുള്ള ആ വിളി സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വേലി പൊളിക്കുന്നവർക്ക് ദുരിതം. ഞാൻ പറഞ്ഞല്ലോ, വിവാഹബന്ധം എന്ന് പറയുന്നത് ഒരു വേലിയാണ്. വിവാഹിതർ വിശ്വസ്തരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് വിശ്വസ്തത? വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നതാണ്. വിവാഹവേളയിൽ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന്റെ സമയത്തും കല്യാണം കഴിഞ്ഞും ഒക്കെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വാക്കുകൾ, പങ്കാളിക്ക് കൊടുക്കുന്ന വാക്കുകൾ, അത് പാലിക്കുന്നവർ വിശ്വസ്തരാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിശ്വസ്തതയാകുന്ന വേലി പൊളിക്കുന്നവർ അപകടാവസ്ഥയിലാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ദൈവം വേലി കെട്ടി സംരക്ഷണം കൊടുക്കുന്ന ചില കാര്യങ്ങൾ, ചില വചനഭാഗങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജോബ് 1:10 നമ്മൾ കാണുകയാണ്, ദൈവം ജോബിന്റെ വസ്തുവകകൾക്ക് വേലി കെട്ടി സംരക്ഷണം കൊടുത്തു. സങ്കീർത്തനം 32:10 വായിച്ചാലോ, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. അതൊരു വേലിയാണ്, ഒരു മതിലായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. വിലാപങ്ങൾ 3:8 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനത്തിന്റെ വഴി അടച്ച ദൈവം. ഇതായിരുന്നു കാരണം, അവരുടെ പാപം. അതുമൂലം അവരുടെ വഴി അടയ്ക്കപ്പെടുന്നത്. വേലി കെട്ടി സംരക്ഷിക്കുന്ന ദൈവം തന്നെ അവരുടെ വഴി അടയ്ക്കുന്ന ആ ഒരു രംഗം കാണാൻ പറ്റും. യെശയ്യാ 5:5 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, വേലി പൊളിച്ച് ഇസ്രായേലിനെ നാശത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. എന്തായിരുന്നു കാരണം? ആ ശത്രുക്കൾക്ക് വന്ന് അവരെ പരാജയപ്പെടുത്താൻ വളരെ എളുപ്പമായി. കാരണം ദൈവം തന്നെ ആ വേലി പൊളിച്ചു കൊടുത്തു. ഇതിന് കാരണമായി നിന്നത് അവരുടെ പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വേലി, കോട്ട, മതില് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത് സുരക്ഷിതത്വം നൽകുന്ന കാര്യമാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഇനി മനുഷ്യൻ വേലി പൊളിച്ചാൽ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്ന്, ഈ വേലി പൊളിക്കുന്ന ഒരു കാര്യം വരുന്നത് നമ്മുടെ നാവ് ദുരുപയോഗം ചെയ്യുന്നതാണ്. നമുക്കറിയാമല്ലോ, നാവിന് 2 വേലികളുണ്ട്. പല്ലുകൊണ്ടൊരു വേലി, ചുണ്ടുകൊണ്ട് ഒരു വേലി. ഇത് രണ്ടും പൊളിച്ച് വേണമെങ്കിൽ ചിലര് നാവിനെ നിയന്ത്രിക്കാത്ത അവസ്ഥകൾ, അത് അപകടകരമാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, വിവാഹബന്ധം, വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു വേലിയാണ്. ആ സ്നേഹം, വിശ്വസ്തത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹനിക്കുന്നവർ വേലി പൊളിക്കുന്നവരായി മാറും. അവരെ സുരക്ഷിതരാകില്ല എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാം. ഈ മേഖലയിൽ തിരുത്തേണ്ടത് തിരുത്തി, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.